അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, ഇൻഫർമാറ്റിക്സ് ഇൻ അറബിക്കിൽ നാലാമത്തെ ചാപ്റ്ററായ വിൻഡോസ് 7 എന്നുള്ള പാഠമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിൻ്റെ ആദ്യ ഭാഗത്തിൽ വിൻഡോസ് 7 എന്താണ് എന്നും അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാമെന്നും അതുപോലെ ടാസ്ക് ബാർ, സ്റ്റാർട്ട് മെനു, ഐക്കൺസ്, കൺട്രോൾ പാനൽ, അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒന്നാം പാർട്ട് നാം പഠിക്കുകയുണ്ടായത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിൻ്റെ ബാക്കി രണ്ടാം പാർട്ടിനാണ് പഠിക്കുന്നത്. ഷാഷത്ത് തവക്കുഫി, സ്ക്രീൻ സേവർ എന്നുള്ള ഭാഗമാണ്. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് നമ്മുടെ വർക്ക് നിർത്തി പോകുന്ന സമയത്ത് നമ്മുടെ പവർ ഉപയോഗം കുറക്കുന്നതിന് വേണ്ടി നമുക്ക് സ്ക്രീൻ സേവർ ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് ഇപ്പോൾ പഠിക്കാനുള്ളത്. നോക്കൂ, തുക്കല്ലിലു ഷാഷത്ത് തവക്കുഫി, സ്ക്രീൻ സേവർ കുറക്കുന്നു, കമ്മിയാക്കുന്നു. മിൻ ഇസ്തിഹ്ലാക്കിൽ ഹാസൂബി, കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗത്തെ അത് കുറക്കുന്നു. വഷാഷ, മോണിറ്ററിൻ്റെയും ലിത്താക്കത്തിൽ കഹ്റുബായിയ, കറണ്ടിൻ്റെ പവർ ഉപയോഗത്തെയും മോണിറ്ററിൻ്റെയും കമ്പ്യൂട്ടറിനൊക്കെ തന്നെ പവർ ഉപയോഗത്തെ കുറക്കാൻ സഹായിക്കുന്നു സ്ക്രീൻ സേവർ എന്ന് പറയുന്നത്. കമ തുസ്തഹദമു, അതുപോലെ ഈ സ്ക്രീൻ സേവർ ഉപയോഗപ്പെടുന്നത് പോലെ ജഹാസിൻ അമ്നിയിൻ, ഒരു സുരക്ഷാ സംവിധാനമായി ഉപയോഗപ്പെടുന്നുണ്ട്. ലിത്തൽഹറ ഇന്ദ ഫത്രത്തിൽ ഫറാഹി മിനൽ അമലി ഫിൽ ആസൂബി, കമ്പ്യൂട്ടറിനകത്ത് നമ്മുടെ അമൽ, നമ്മൾ ചെയ്യുന്ന വർക്ക് അത് നാം വ്യാപിക്കുന്ന സമയത്ത്, ഗ്യാപ്പ് വരുന്ന സമയത്ത് നമുക്ക് പ്രത്യക്ഷപ്പെടുന്ന രൂപത്തിൽ നമുക്കൊരു സേഫ്റ്റി സിസ്റ്റം ആയിക്കൊണ്ടത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നത്തബി അൽ ഖുത്വ താലിയ അൽ തത്ബീഖ് ഷാഷത്ത് തവക്കുഫി, കൺട്രോൾ സ്ക്രീൻ സേവർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി താഴെ വരുന്ന സ്റ്റെപ്പ് നമുക്ക് സ്വീകരിക്കാം. എന്തൊക്കെ ചെയ്യേണ്ടത്? അവലൻ നൻകിറു ഫൗക ലോഹത്ത് തഹ്കും, ആദ്യം നാം ചെയ്യേണ്ടത് കൺട്രോൾ പാനൽ ക്ലിക്ക് ചെയ്യുക. ഫി കായ്മത്ത് ഇബ്ദൽ, സ്റ്റാർട്ട് മെനുവിൽ പോയി കൺട്രോൾ പാനൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ തലഹദ് നാഫി തലോഹത്ത് തഹ്കും, അങ്ങനെ ആകുന്ന സമയത്ത് കഴിഞ്ഞ ക്ലാസ് പഠിച്ച പോലെ തന്നെ കൺട്രോൾ പാനലിൻ്റെ വിൻഡോ ഓപ്പണായി വരും. നോക്കൂ, നമ്മളിവിടെ സ്റ്റാർട്ട് ബട്ടണിൽ പോയി ഇവിടെ കൺട്രോൾ പാനൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൺട്രോൾ പാനലിൻ്റെ വിൻഡോ പ്രത്യക്ഷപ്പെട്ട് വരുന്നു. പിന്നെയോ നഖ്താറു മിൻഹ, നാം അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഫിയത്തൽ മൽഹരി വ ഇൽഫായ് താബി ഷഖ്സി, അപ്പിയറൻസ് ആൻഡ് പേഴ്സണലൈസേഷൻ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുന്നു. സുമനൻകിറു ഫൗക ഷാഷത്ത് തവക്കുഫി, അപ്പോൾ അപ്പിയറൻസ് ആൻഡ് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ഷാഷത്ത് തവക്കുഫി, സ്ക്രീൻ സേവർ എന്ന കാർഡ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് പേഴ്സണലൈസേഷൻ ആണ്. പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നതാണ് പേഴ്സണലൈസേഷൻ. ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇതിന് വിൻഡോ വരും. ഇവിടെ ഏറ്റവും വലത് ഭാഗത്ത് കാണുന്ന സ്ക്രീൻ സേവർ, ഇത് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. നോക്കുക, ഇങ്ങനെ വരും. പിന്നെയോ എന്നിട്ട് നൻകുറു ഫൗക നംത് ഷാഷ അല്ലത്തി നുരീദു മിൻ മുറബ്ബ ഷാ തവക്കുഫി, ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? നാം ക്ലിക്ക് ചെയ്യണം ഫൗക നംത് ഷാഷ, ഈ സ്ക്രീൻ സേവറിൻ്റെ മോഡ്, മെത്തേഡ്, സ്റ്റൈലാണ് നമുക്ക് വേണ്ടത്, ക്ലിക്ക് ചെയ്യുക. അല്ലത്തി നുരീദു മിൻ മുറബ്ബ ഷാഷ തവക്കുഫി, സ്ക്രീൻ സേവർ എന്നുള്ള ഡയലോഗ് ബോക്സിൽ സ്ക്വയറിൽ വരുന്ന ഷാഷയുടെ സ്ക്രീനിൻ്റെ സ്റ്റൈല് നമുക്ക് ഇഷ്ടമുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇതാ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇതാണ് മുറബ്ബ്, സ്ക്രീൻ സേവർ എന്ന് പറയുന്ന മുറബ്ബ് സ്ക്വയർ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ പല മോഡലും രണ്ടെണ്ണം ഉണ്ടാവില്ല. 3D ടെക്സ്റ്റ്, അതിൻ്റെ പ്രീവ്യൂ ഇവിടെ കാണും. ഇതാണ് 3D ടെക്സ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ബ്ലാങ്ക് ആകുമ്പോൾ ബ്ലാങ്ക് ആയിട്ട് വരും, ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ ബബിൾസ്, ഇതാ പ്രീവ്യൂ കൊടുത്താൽ ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ ഒന്നെടുക്കും. കണ്ടല്ലോ ബബിൾസ് വരുന്നത്, ഇങ്ങനെ ഒന്നെടുക്കും. പിന്നെ ഉള്ളത് മിസ്റ്റിഫൈ എന്ന് പറയുന്ന ഇതാണ് അതിന് പ്രീവ്യൂ.
ഇതാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ ഉള്ളത് ഫോട്ടോസ്. നമുക്ക് കമ്പ്യൂട്ടറിനകത്തുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. പ്രിവ്യൂവിന് കൊടുത്ത് വരും. പിന്നെ റിബൺസ് നോക്കൂ. ഇങ്ങനെ സ്ക്രീൻ സേവറിൻ്റെ പല നമ്പറുകളും പല സ്റ്റൈലും ഇവിടെ കാണാൻ സാധിക്കും. ഇഷ്ടമുള്ള നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെയോ മുംകിൻ തഹദീദുൽ വഖ്തി ലിബദി ലുഹൂർ ഷാഷാത്തിൽ തവഖുഫ്. ലുഹൂർ അതിനെ കുറവുണ്ട്, ലുഹൂർ എന്നാണ്ടത്. നമുക്ക് സാധിക്കും തഹദീദുൽ വഖ്തി ടൈം സെലക്ട് ചെയ്യാൻ സാധിക്കും. ലിബദി ലുഹൂർ ഷാഷ തവഖുഫി സ്ക്രീൻ സേവർ അപ്പിയറൻസിൻ്റെ അത് വരുന്നതിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് സെലക്ട് ചെയ്യാം. ഫി മുറബൽ ഇൻതിലാർ വെയിറ്റ് എന്ന് പറയുന്ന ഒരു സ്ക്വയർ ഉണ്ട്. ഇതാ ഇവിടെ വെയിറ്റ് നോക്കൂ. ഇവിടെ 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, അങ്ങനെ ഇഷ്ടമുള്ള സമയം കൊടുക്കാം. എന്ന് പറഞ്ഞാൽ നാം നമ്മളെ കമ്പ്യൂട്ടർ സ്ക്രീൻ സേവർ കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പിൽ നാം വർക്ക് ചെയ്ത് നിർത്തിയിട്ട് എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സ്ക്രീൻ സേവർ വരേണ്ടത്. മിനിമം 1 മിനിറ്റ് കൊടുത്താൽ സാധിക്കും. അതായത് പെട്ട് ഇങ്ങനെ കൂട്ടി കുറക്കം ചെയ്യാം. ഇപ്പോൾ 1 മിനിറ്റ്, അപ്പോൾ 1 മിനിറ്റ് എന്ന് വരും. അപ്പോൾ അത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റ് കഴിയുമ്പോഴും ഇത് അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് വരും. അപ്പോൾ നമുക്കങ്ങനെ ടൈം സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നൻകിറു ആണ് റായിൻ്റെ കുറവുണ്ട്. നൻകിറു നമുക്ക് ക്ലിക്ക് ചെയ്യാൻ ഫോക്ക ഹാനത്തിൽ ഹിമായത്തി ബി കെലിമത്തി മുറൂർ ഇന്ദൽ ഇസ്തിനാഫി ഓൺ റെസ്യൂം പാസ്വേഡ് പ്രൊട്ടക്റ്റ്. നമ്മൾ ഓൺ റെസ്യൂം പാസ്വേഡ് പ്രൊട്ടക്റ്റ് എന്നുള്ള അത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാസ്വേഡ് കൊണ്ട് പ്രൊട്ടക്റ്റ് സാധിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്ക്രീൻ സേവർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ആ പാസ്വേഡ് കൊടുത്താലേ അത് നമുക്ക് കൊണ്ട് നമ്മുടെ വർക്ക് തുടരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് പോകാം. അങ്ങനെ മറ്റാരെങ്കിലും വന്ന് തുറന്നാലും അത് അവർക്ക് ഡെസ്ക്ടോപ്പ് കാണാൻ കഴിയില്ല. പാസ്വേഡ് കൊണ്ട് ഉപയോഗിച്ച് മാത്രമേ തുറക്കാൻ കഴിയുള്ളൂ. അങ്ങനെ പാസ്വേഡ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമുക്കത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഐസു യുത്തലബുമിൽ മുസ്തഖ്ദിം അങ്ങനെ ആകുമ്പോൾ എന്താണ്, ഉപഭോക്താവിൽ നിന്നും അത് ആവശ്യപ്പെടും. ഇദ്ഹാലും കലിമത്തുൽ മുറൂറി പാസ്വേഡ് ഇൻസെർട്ട് ചെയ്യാൻ എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടും. അത് തന്നെ തമക്കനു നമുക്ക് സാധിക്കും. മിൻ മുതാബത്ത് ഇസ്തിലാം ഹാസൂബി നമുക്ക് തുറന്നങ്ങോട്ട് നാം കൊടുത്ത പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് നാം ചെയ്ത് തുടങ്ങി വെച്ച വർക്ക് പൂർത്തിയാക്കാൻ, അതിൻ്റെ വീണ്ടും തുറന്ന് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ, മറ്റാർക്കും തുറക്കാൻ പറ്റാത്ത രൂപത്തിൽ നമുക്ക് പാസ്വേഡ് ചെയ്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ചെയ്യേണ്ടത്. സ്ക്രീൻ സേവറിൽ ഇവിടെ ഓൺ റെസ്യൂം ഡിസ്പ്ലേ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ചേഞ്ച് പവർ സെറ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണും ഇടത് ഭാഗത്ത് റിക്വയർ പാസ്വേഡ് ഓൺ വേക്കപ്പ് എന്ന് കാണും. ഇവിടെ ഇതാ വെൻ യുവർ കമ്പ്യൂട്ടർ വേക്സ് ഫ്രം സ്ലീപ്പ് നോ വൺ ക്യാൻ ആക്സസ് യുവർ ഡാറ്റ വിത്തൗട്ട് എൻ്ററിങ് ദ കറക്റ്റ് പാസ്വേഡ് ടു അൺലോക്ക് ദ കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റാൾക്ക് തുറക്കാൻ കഴിയില്ല. നാം എൻ്റർ ചെയ്ത പാസ്വേഡ് എന്താണോ അത് എൻ്റർ ചെയ്താൽ മാത്രമേ അത് തുറക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത രൂപത്തിൽ രഹസ്യമായ പാസ്വേഡ് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ഓർ ചേഞ്ച് യുവർ അക്കൗണ്ട് പാസ്വേഡ് കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് പാസ്വേഡ് ഫോർ യുവർ അക്കൗണ്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു പാസ്വേഡ് കൊടുക്കുന്നു. പാസ്വേഡ് കൊടുത്തു, കൺഫേം ചെയ്യുക. അതിനെ വീണ്ടും അടിക്കണം. കൺഫേം ചെയ്തു. എന്നിട്ട് ക്രിയേറ്റ് പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ ഈ റിബൺ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി അത് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സ്ക്രീൻ സേവർ റെഡിയാക്കി വെച്ചാൽ പിന്നീട് നമുക്ക് വീണ്ടും നമുക്ക് കമ്പ്യൂട്ടർ തുറന്ന് വർക്ക് ചെയ്യണമെങ്കിൽ നാം നേരത്തെ സെറ്റ് ചെയ്തുള്ള പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമേ തുറന്ന് അങ്ങോട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ആ രൂപത്തിൽ മറ്റുള്ളവർക്ക് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രൈവസിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത്. നോക്കുക, തൽഹർ മുആയനത്തിൽ ശാസ്ത്ര വക്കുഫില്ലത്തെ ഹദ്ദിനാഹ കവിത്വത്തിപ്പിക്കുക. നമുക്കെന്ത് ചെയ്യാം, ഈ സ്ക്രീൻ സേവർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായി നമ്മുടെ സ്ക്രീൻ സേവർ എങ്ങനെ നമുക്ക് കാണാം, അതിൻ്റെ പ്രിവ്യൂ എങ്ങനെയായിരിക്കും നമുക്ക്
കാണാൻ സാധിക്കുക. പ്രിവ്യൂ അവിടെ വ്യത്യസ്തപ്പെട്ട് വരുന്നു. നമ്മൾ കണ്ടല്ലോ. ഇവിടെ നമ്മൾ സ്ക്രീൻ സേവറിൽ നമ്മൾ ഏതാണോ സെറ്റ് ചെയ്യുന്നത്, ഉദാഹരണപ്പോൾ ബബിൾസ് ആംഗിൾ, അതിന് പ്രിവ്യൂ കൊടുക്കാം. നമുക്ക് പ്രിവ്യൂ കാണുന്നുണ്ട് അല്ലേ. അതുപോലെ നമുക്ക് വേറെ മാറ്റി കൊടുക്കാം. അപ്പോൾ റിബൺസ് ആണെങ്കിൽ നമുക്ക് പ്രിവ്യൂ, ഇതാണ് വായന പ്രിവ്യൂ. അപ്പോൾ സെറ്റ് ചെയ്താൽ എങ്ങനെയായാലും വരിക എന്നുള്ളതാണ് പ്രിവ്യൂ. അത് നമുക്ക് കാണാൻ സാധിക്കുന്നു. നെൻകിർ ഫോക്കസ് തത്ബീഖ് അപ്ലൈ തത്ബീഖിൽ തകയ്യാത്ത നാം ചേഞ്ച് ചെയ്തിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഓക്കെ കൊടുത്താൽ മതി. അപ്ലൈ കൊടുക്കുക. സുമ നെൻകിർ ഫോക്കൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് ചെയ്തു, എന്നിട്ട് അപ്ലൈ കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നാം എത്ര സമയമാണോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ സമയം ആകുന്ന സമയത്ത് നമ്മുടെ സ്ക്രീൻ സേവർ പ്രത്യക്ഷപ്പെട്ടു വരും. ഇനി ഖിയാറത്തുൽ ഇക്ലീമിയ, റീജൻ സെറ്റിങ്സ്. ആദിൽ ഖിയാറാത്തു, എന്താണ് റീജൻ സെറ്റിങ്സ് എന്ന് പറയുന്നത്? തഗയീരിൽ ഇഅദാദുൽ ഇക്ലീമി, റീജൻ സെറ്റ് ചെയ്യാൻ സെറ്റിങ്സ് മാറ്റുന്നതിന് വേണ്ടിയാണ്. തഅദീൽ അൽമ തർക്കീമി, ഡിജിറ്റൽ സിസ്റ്റം അമെൻഡ് ചെയ്യുക, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. വൽ ഉംല, കറൻസി. വൽ വക്ത്, ടൈം. താരീഖ്, ഡേറ്റ്. വൽ ലുഗ, ലാംഗ്വേജ്. ഓട്ടോമാറ്റിക്കായി നമ്മൾ രാജ്യം മാറ്റുന്ന സമയത്ത് ആ രാജ്യത്തുള്ള കറൻസി അവിടെ വരും, അവിടുത്തെ നമ്പർ സിസ്റ്റം അവിടെ വരും, അതുപോലെ അവിടുത്തെ സമയം, ഡേറ്റൊക്കെ വരും. അങ്ങനെ മാറ്റം വരുന്നതിന് വേണ്ടിയാണ് റീജിയൻ സെറ്റിങ്സ് കൊടുക്കുന്നത്. വലുതാൻ നത്തബിൽ ഖുത്വ താലിയ, അതിന് നാം ചെയ്യേണ്ട താഴെയുള്ള സ്റ്റെപ്പ് നമുക്ക് ഫോളോ ചെയ്യാം. നൻകിറു ഫൗക സുർ ഇബ്ദ, നാം ആദ്യമായി സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സുമ നഖ്താറു ലൗഹത്ത് തഹക്കും, കൺട്രോൾ പാനൽ സെലക്ട് ചെയ്യുക. സുമ നൻകിർ ഫൗക സാഅത്തി വൽ ലുഗ വൽ മിന്തക്ക, ക്ലോക്ക്, ലാംഗ്വേജ് ആൻഡ് റീജിയൻ എന്നുള്ള പാർട്ട് ക്ലിക്ക് ചെയ്യുക. സുമ നൻകിറു ഫൗക്കൽ മിന്തക്ക വൽ ലുഗ, റീജിയൻ ആൻഡ് ലാംഗ്വേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ പാനൽ, അത് നമ്മൾ റീജിയൻ ആൻഡ് ലാംഗ്വേജ് ഉണ്ടോ, ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വിൻഡോ പ്രത്യക്ഷപ്പെട്ട് വരും. റീജിയൻ ലാംഗ്വേജ് ക്ലിക്ക് ചെയ്യുന്നു. അന്നക്കുറു ഫോക്കസ് ഹമി ബിജാനബി മുറബ്ബ തൻസീഖ്, ഫോർമാറ്റ് എന്നുള്ള ഒരു സ്ക്വയർ ഉണ്ട്, അതിൻ്റെ ഭാഗത്തുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. ഫോർമാറ്റ് എന്നുള്ള ഇതാണ് ഫോർമാറ്റ്. ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോൾ സൗദി അറേബ്യ ഇപ്പോൾ നിലവിലുള്ളത്. അത് ക്ലിക്ക് ചെയ്താൽ നോക്കൂ, ഇവിടെ ഫസ്റ്റ് ഡേ ഓഫ് വീക്ക് സബ്ത്ത് അറബിയാണ്, ശനിയാഴ്ച സബ്ത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഡേറ്റ് നോക്കൂ, ഡേറ്റ് ഇസ്നൈൻ തമ്മൂസ് എല്ലാം അറബിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതുപോലെ മാറ്റം വരുത്താം. നമുക്കിനി മലയാളം എടുത്ത് നോക്കാം. ഇന്ത്യ മലയാളം ഉണ്ടാവും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ മലയാളം ഇന്ത്യ നോക്കൂ, ഇവിടെ തിങ്കളാഴ്ച തോന്നുന്നു അല്ലേ, 26 ജൂലൈ 2021 മലയാളത്തിൽ. ആ രൂപത്തിൽ മാറ്റങ്ങൾ ഇപ്പോൾ നമ്മളിവിടെ ഈ ഫോർമാറ്റിൽ എവിടെയാണ് രാജ്യം മാറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി വേറെ രാജ്യം മാറ്റി കൊടുക്കാം. അപ്പോൾ ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ്, നമുക്ക് ഇംഗ്ലീഷ് UK നോക്കൂ, അപ്പോൾ എല്ലാം ഇംഗ്ലീഷിലായി. ആ രൂപത്തിൽ നമുക്കിവിടെ ഇതാത് മാറ്റി കൊടുക്കാം, അതായത് റീജിയൻ നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നുഹദ്ദി ദൗലത്ത നമുക്ക് രാജ്യം മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ അറബ് താരീഖ് വൽ വക്ത് വൽ ഉംല വൽ ഖിയാസാത്ത്, അത് മാറ്റുന്നതനുസരിച്ച് അവരുടെ ഡേറ്റും ടൈമും, ഉമ്മയാണ് കറൻസി, അപ്പം നാണയം വരും. വൽ ഖിയാസാത്ത് മറ്റ് അവിടുത്തെ അളവുകൾ മെഷർമെൻ്റൊക്കെ വരും. വൽ ഖിയാത്ത് ഇലാഫിയ, അഡീഷണൽ സെറ്റിങ്സിന് വേണ്ടി നമുക്ക് ഫോക്ക ചെയ്താൽ ഇലാഫിയ അഡീഷണൽ സെറ്റിങ്സ് ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നോക്കൂ, അഡീഷണൽ സെറ്റിങ്സ് നോക്കും, ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കറൻസി മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കൊടുത്ത UKൻ്റെ അതുപോലെ ഡോളർ വന്നിട്ടുള്ളത് അല്ലേ. നമുക്ക് നേരത്തെ അവിടെ നമ്മൾ ഈ ഇന്ത്യ മാറ്റി കൊടുത്താൽ, അല്ലെങ്കിൽ സൗദി അറേബ്യ ആക്കി കൊടുത്ത് നോക്കൂ, അറബിക് സൗദി അറേബ്യ നോക്കൂ. എന്നിട്ട് അഡീഷണൽ സെറ്റിങ്സ് കൊടുത്താൽ കറൻസി കൊടുത്തു കഴിഞ്ഞാൽ നോക്കൂ, സൗദി റിയാലാണ്. റാസിനാൽ റിയാൽ സൗദിയാണ്. അത് മാറ്റം വന്നു ഉണ്ടോ. അതുപോലെ മാറ്റങ്ങൾ വരും. ഇനി നമുക്ക് ഇന്ത്യൻ അത് കൊടുക്കാം, ഇംഗ്ലീഷ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ അഡീഷണൽ സെറ്റിങ്സ് ആണ്
ഇത് ഇലാഫിയ എന്ന് പറയുന്നത്. നോക്കൂ ഇവിടെ ഇവിടെയൊക്കെ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷ് മെട്രിക് അളവ് ഒക്കെ വന്നിട്ടുണ്ട്. കറൻസി നോക്കൂ, RS ഇന്ത്യൻ റുപ്പീസാണ് ഉണ്ടോ, റുപ്പീസ് ഉള്ളൂ. ആ രൂപത്തിൽ നമുക്ക് മാറ്റാം. ടൈം ഇന്ത്യൻ ടൈമാണ് ഇവിടെ ഉണ്ടായിരിക്കുക, ഡേറ്റ് വരും ആ രൂപത്തിൽ. അപ്പോൾ രാജ്യം മാറ്റുന്നതനുസരിച്ച് അവിടുത്തെ കറൻസിയും ഡേറ്റും ടൈമൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് അഡീഷണൽ സെറ്റിങ്സ് എന്ന് പറയുന്നത്. പിന്നെ ലബുത്ത് വ തഗയീർ ലൗഹത്ത് മഫാത്തി, സെറ്റ് ചേഞ്ച് കീബോർഡ് ലാംഗ്വേജ്. കീബോർഡ് നമുക്ക് മാറ്റി കൊടുക്കാം. ഉസ്തഹദ് മാദൽ ഖിയാറോ, ഈ സെറ്റിങ്സ് ഉപയോഗിക്കപ്പെടുന്നത് ലിദാഫത്ത് ലൗഹത്ത് മഫാത്തി ഇലാഫിയ ഈ ലോകത്തിൻ, ഏത് ഭാഷയിലും അഡീഷണൽ ആയിട്ടുള്ള കീബോർഡ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സെറ്റിങ്സ് ഉപയോഗിക്കുന്നത്. നത്തബിൽ ഖുത്വാത്ത് താലിയ ലിദാഫത്ത് ലൗഹത്ത് മഫാത്തി അറബിയ, അറബി ഭാഷയുടെ അറബിക്ക് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്നതിന് താഴെയുള്ള സ്റ്റെപ്പ് ഉപയോഗിക്കാം. നൻകിർ ഫോക്ക് സുറിബ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നഖ്താർ ലൗഹത്ത് തഹ്കം, അവിടുന്ന് കൺട്രോൾ പാനൽ ക്ലിക്ക് ചെയ്യുക. നഖ്താർ മിൻ നാഫിയത്ത് സാഅത്ത് വൽ ലുഗ മിൻദക്ക, അവിടെ നമ്മൾ ടൈം, റീജിയൻ ആൻഡ് ലാംഗ്വേജ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. അമിൻ മുറബൽ ഹിവാർ, അവിടെ വരുന്ന ഡയലോഗ് ബോക്സിൽ നിന്നും നൻകിർ ഫോക്ക അൽ ലുഗ അൽ മിൻദക്ക, റീജിയണൽ ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ യദ്ഹറു മുറബ്ബ ഹിവാർ മിൻദക്ക വൽ ലുഗ, അപ്പോൾ റീജിയണൽ ലാംഗ്വേജിൻ്റെ ഒരു ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടും. നമ്മുടെ സ്റ്റാർട്ട് ബട്ടണിൽ പോയി കൺട്രോൾ പാനൽ പോയി അവിടെ നിന്ന് നമ്മൾ റീജിയൻ ആൻഡ് ലാംഗ്വേജ് അത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അവിടെ എന്താണ്, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒമിൻ മുറബൻ അൻകിർ ഫോക്ക് തബ്ദീബ് ലൗഹാത്ത് മഫാത്തി വൽ ലുഗാത്ത്, കീബോർഡ് ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. കീബോർഡ് ആൻഡ് ലാംഗ്വേജ്, ഇതാ നോക്കൂ, കീബോർഡ് ആൻഡ് ലാംഗ്വേജ്, ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ടോ സുമ്മ നൻകിറു ഫൗക്ക തഗയീരി ലൗഹാത്ത് മഫാത്തി, ചേഞ്ച് കീബോർഡ് എന്ന് കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യദ്ഹറു മുറബ്ബ ഹിവാർ ഖിദ്മാത്ത് നുസൂസ് ലൗഹാത്ത് ഇദ്ഖാൽ, ടെക്സ്റ്റ് സർവീസ് ആൻഡ് ഇൻപുട്ട് ലാംഗ്വേജ് എന്നുള്ള ഒരു ഏരിയ അവിടെ പ്രത്യക്ഷപ്പെട്ട് വരും. അമിൻ മുറബൈ, ആ ഒരു സ്ക്വയറിൽ നിന്നും നൻകിർ ഫോക്ക് ഇലാഫത്ത് ആഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യദ്ഹറു മുറബ്ബ ഹിവാർ ഒരു ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടും. ഇലാഫത്തിൽ ലോകത്ത് ഇദ്ഖാൽ, ആഡ് ഇൻപുട്ട് ലാംഗ്വേജ് എന്നൊരു ലിങ്ക് വരും. നഖ്താറു അൽ അറബിയ, നാം അവിടെ നിന്നും അറബി ഭാഷ ക്ലിക്ക് ചെയ്യുന്നു. മിൻ കായത്തിൽ ലുഗാത്ത് കുറേ ഭാഷ ഉണ്ടാവും, ആ കൂട്ടത്തിൽ നമുക്ക് അറബി ഭാഷ സെലക്ട് ചെയ്യുക. സുമ നൻകിർ ഫോക്ക മുവാഫിക്ക് എന്നിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. ഇവിടെ നമ്മൾ കീബോർഡ് ആൻഡ് ലാംഗ്വേജ് എന്നുള്ള ഈ ഒരു മെനു പോയി അവിടെ ചേഞ്ച് കീബോർഡ്, ഇതാണ് നേരത്തെ പറഞ്ഞല്ലോ നമ്മളിവിടെ, ഇതാണ് തഗയീറു ലുഹാത്ത് മഫാത്തി ചേഞ്ച് കീബോർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു ഉണ്ടല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇങ്ങനെ ഒരു വിൻഡോ പ്രത്യക്ഷപ്പെടും. ഇവിടെ നമ്മൾ ചെയ്യുക, ഇവിടെ ഇതാണ് ഇലാഫത്ത് ആഡ് കൊടുക്കാം. ആഡ് കൊടുത്തിട്ട് നമുക്കിവിടെ അറബിക്കാണ് വേണ്ടത്. അറബിക് സൗദി അറേബ്യ കീബോർഡ്. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ടാസ്ക് ബാറിൽ ഇപ്പോൾ ലാംഗ്വേജിൻ്റെ ചിഹ്നം കാണുന്നില്ല. നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അറബിക്ക് ഇംഗ്ലീഷ് ഇല്ലാതെ ഇവിടെ വരും. ശ്രദ്ധിക്കാം, നോക്കുക, അറബിക്ക് ആഡ് ചെയ്യുന്നു, ഇതിനിവിടെ ഓക്കെ കൊടുക്കുന്നു, അപ്ലൈ കൊടുക്കുന്നു. ഓക്കെ, നോക്കൂ, ഇവിടെ ഉണ്ടോ, ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അറബിക്ക് മാറ്റി കൊടുക്കാം, ഇംഗ്ലീഷ് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ കീബോർഡ് ആഡ് ചെയ്തപ്പോഴാണ് ഈ ഒരു ലാംഗ്വേജ് അവിടെ വന്നിട്ടുള്ളത്. ഈ രൂപത്തിലാണ് നമുക്ക് ഭാഷ കീബോർഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് നമ്മൾ സ്ക്രീൻ സേവർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് പഠിച്ചു. അതോടൊപ്പം തന്നെ ഖിയാറത്ത് ഇക്ലിമിയ റീജിയൻ സെറ്റിങ്സിൽ അവിടെ നമുക്ക് രാജ്യം മാറ്റി കൊടുക്കാം. രാജ്യം മാറ്റി കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ രാജ്യത്തിൻ്റെ ഡേറ്റ്, ടൈം, കറൻസി എല്ലാം വരുന്നു. അതുപോലെ തന്നെ നമുക്ക് കീബോർഡ് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നേരത്തെ അറബി കീബോർഡ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ അറബി കീബോർഡ് ഇൻസർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ലാംഗ്വേജ് ബാർ വന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ കീബോർഡ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇത്രയുമാണ് ഇന്ന് പഠിച്ചത്. ഇൻഷാല്ലാ ഇനി ഈ വിൻഡോസിൽ ബാക്കി പഠിക്കാനുള്ളത് വിൻഡോസ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന മുക്തസിം നവാഫിദ് എന്നുള്ള ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.